ഏതൊരു മനുഷ്യരും അവരുടെ ജീവിതത്തിൻ്റെ ചില സന്ദർഭങ്ങളിൽ തെറ്റുകുറ്റങ്ങളിലേക്കും പാപങ്ങളിലേക്കുമൊക്കെ വഴുതി പോകാറുണ്ട്. പക്ഷെ ചില തിരിച്ചറിവുകളുണ്ടാകുമ്പോൾ, ചില ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങളിൽ തൻ്റെ അബദ്ധ കാലഘട്ടത്തിൽ, തൻ്റെ പഴയ കാലഘട്ടത്തിൽ തന്നിൽ നിന്നും സംഭവിച്ചു പോയ ആ അബദ്ധ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുകയും നെടുവീർപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്ന ചില മനുഷ്യരുണ്ടാകും. വിശുദ്ധ ഖുർആനിൻ്റെ ചില വചനങ്ങൾ അദ്ദേഹത്തെ സ്വാധീനിച്ചു. മനുഷ്യരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇടപാടുകളുണ്ടെങ്കിൽ അത് പൂർണ്ണമാക്കി മടക്കി കൊടുത്തുവെങ്കിൽ മാത്രമേ റബ്ബത് പരിഹരിക്കൂ എന്ന വിശുദ്ധ ഖുർആനിൻ്റെയും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ കേട്ടപ്പോൾ 55 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ അനുഭവം പങ്കുവയ്ക്കുകയാണ്. പ്രവാസിയായ എൻ്റെ സുഹൃത്ത്, നന്മകളിൽ തന്നെയായിരുന്നു നമ്മുടെ ജീവിതം. ഒരിക്കൽ അയാളുടെ ഭൂതകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ, ഒരിക്കലും ഒരാളോടും പങ്കുവെക്കാൻ പാടില്ലാത്തതുമായ കാര്യം അദ്ദേഹം എന്നോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഏകദേശം 40 വർഷങ്ങൾക്ക് മുമ്പ്, അന്നെൻ്റെ വീടിൻ്റെ പരിസരത്ത് വളരെ ചെറിയ വീടുകളായിരുന്നു. ഇന്നത് വലിയ കോൺക്രീറ്റ് സൗധങ്ങളും ആ വീടുകളുടെ മുന്നിൽ വലിയ വിലപിടിപ്പുള്ള കാറുകളുമുണ്ട്. 40 വർഷങ്ങൾക്ക് മുമ്പ് ഓല മേഞ്ഞ വീടുകളായിരുന്നു. അങ്ങനെ ആ കഴിയുന്ന ഒരു പരിസ്ഥിതിയിൽ ഞങ്ങളും വലിയ ദാരിദ്ര്യത്തിലായിരുന്നു. എൻ്റെ വീടിൻ്റെ പരിസരത്തുണ്ടായിരുന്ന ഒരു വീട്ടിൽ നിന്ന് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാനൊന്നൊരു വലിയ കുറ്റം ചെയ്തു. എന്തായിരുന്നു ആ കുറ്റം? അദ്ദേഹം പറഞ്ഞത്, സാധുവായ ആ കുടുംബത്തിൽ നിന്നും അവർ സൂക്ഷിച്ചിരുന്ന 2 പവൻ്റെ വിലപിടിപ്പുള്ള മാല ഞാനത് മോഷണം നടത്തി. 40 വർഷം കഴിഞ്ഞിട്ടും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിനെക്കുറിച്ചും പരലോക ബോധ്യത്തെക്കുറിച്ചും ആ മനുഷ്യന് തിരിച്ചറിവ് വന്നപ്പോൾ അതൊരു നെടുവീർപ്പായി. അദ്ദേഹം അത് സുഹൃത്തിനോട് പങ്കുവച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നമ്മുടെ നാട്ടിലെ ഇമാമ്, ആ ഇമാമുമായിട്ട് ആ കുടുംബം വളരെ അടുത്ത ബന്ധമാണ്. കാരണം ആ സുഹൃത്തിനോട് പറയുകയാണ്, നീ ആ ഇമാമിനോട് ഈ വിവരങ്ങളൊന്ന് പറയണം. പക്ഷേ എൻ്റെ സുഹൃത്ത് ആരാണെന്നോ വ്യക്തി ആരാണെന്നോ എന്നെക്കുറിച്ചൊരു സംശയം അവർക്കുണ്ടാകരുത്. ആ സുഹൃത്ത് ആ ഇമാമിനോട് വന്ന് പറഞ്ഞു, ഉസ്താദെ, 30 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് ആരാണെന്നോ അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളോ ഒന്നും താങ്കൾ നടത്തരുത്, അത് ചോദിക്കുകയും ചെയ്യരുത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇപ്പോൾ അദ്ദേഹം പറയുന്നത്, അള്ളാഹുവിൻ്റെ പരലോകത്തെക്കുറിച്ചും റബ്ബിൻ്റെ മഗ്ഫിറത്തിൻ്റെ ദിനരാത്രങ്ങളായ ഈ റമദാനിൽ, ഇനി ഒരു റമദാനിൽ ഞാൻ ജീവിച്ചിരിപ്പുണ്ടാവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ആ സഹോദരൻ അന്നെടുത്ത ആ 2 പവൻ്റെ സ്വർണത്തിൻ്റെ വിലയുടെ മൂല്യം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഉസ്താദ് ആ കുടുംബത്തെ വിളിച്ചിട്ട് ഈ ക്യാഷ് മടക്കി കൊടുക്കണം, ആരാണ് എന്നൊന്നും താങ്കൾ പറയരുത്. അങ്ങനെ ആ കുടുംബത്തെ വിളിച്ച് ആ മസ്ജിദിൽ തൻ്റെ ഇമാമ് മുന്നിലിരുത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ, 30 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ ഉസ്താദെ? കാരണം
ഈ കഴിഞ്ഞു പോയ 2 മാസങ്ങൾക്ക് മുമ്പുള്ള ഉംറയ്ക്ക് പോയപ്പോഴും പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ മുന്നിലിരുന്ന് ഞങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അത്രത്തോളം മനസ്സിൻ്റെ വേദന ഞങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. ആ ഇമാമ് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ആ വ്യക്തി അത് മടക്കിത്തരാൻ സന്നദ്ധനായാൽ നിങ്ങളത് പുറത്തു കൊടുക്കാൻ, പരലോകത്തേക്ക് മാറ്റിവെക്കാതെ നിങ്ങൾ മാപ്പ് ചെയ്യാൻ സന്നദ്ധമാണോ? അവർ ചോദിച്ചു, ആരാണ് ഉസ്താദെ ആ വ്യക്തി? അപ്പോഴാണ് ആ ഇമാം പറഞ്ഞത്, ആ മോഷണം നടത്തിയ വ്യക്തിയുടെ ഒരു സുഹൃത്ത് എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഉസ്താദെ, നിങ്ങൾ ആ മോഷണം നടത്തിയ എൻ്റെ സുഹൃത്ത് ആരാണെന്നതിനെക്കുറിച്ചോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും താങ്കൾ എന്നോട് ചോദിക്കരുത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ പേര് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ ആ കുടുംബം പറഞ്ഞത്, ആ വ്യക്തി ആരാണെന്ന് ഈ ലോകത്തും ഞങ്ങൾക്കറിയണ്ട, നാളെ പരലോകത്തും ഞങ്ങൾക്കതറിയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ പുറത്തു കൊടുക്കാൻ സന്നദ്ധമാണ്. പക്ഷേ ഈ ക്യാഷ് തിരിച്ചങ്ങ് മടക്കി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇമാമ് പറഞ്ഞു, ഇല്ല, അദ്ദേഹം നിങ്ങൾക്ക് ഈ ക്യാഷ് തന്നതാണ്. നിങ്ങളത് വാങ്ങുമ്പോഴാണ് ആ ഇടപാട് പൂർണ്ണമാകുന്നത്. അന്ന് അദ്ദേഹം എടുത്ത തൻ്റെ ബലഹീനത കൊണ്ട്, ഈമാനിൻ്റെ ബലഹീനത കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയത് അന്ന് എടുത്തതിന് ഇന്നത്തെ സ്വർണത്തിൻ്റെ വിലയുടെ മൂല്യം ഒരു തുകയായി നിങ്ങൾക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കാം. പരിശുദ്ധ റമളാൻ മഗ്ഫിറത്തിൻ്റെ ദിനരാത്രങ്ങളാണ്. പൊറുക്കലിനെ തേടേണ്ട ദിനരാത്രങ്ങളാണ്. ജീവിതത്തെ മാറ്റിപ്പണിയേണ്ട ദിനരാത്രങ്ങളാണ്. ഇന്ന ഹാദൽ ഖുർആൻ, തീർച്ചയായും ഈ പരിശുദ്ധ ഖുർആൻ, യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ശക്തിമത്തായതിലേക്ക്, എല്ലാ അബദ്ധ ജീവിതങ്ങളിൽ നിന്നും മാറി ശരിയായ ദിശാബോധത്തിലേക്കാണ് ഈ പരിശുദ്ധമായ ഖുർആൻ നമ്മെ ക്ഷണിക്കുന്നത്. ആ ഖുർആൻ അവതരിച്ച ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതീർണമായ ഷഹ്റുൽ ഖുർആനിൻ്റെ മാസമാണ് സഹോദരങ്ങളെ. എന്തിനാണ് ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചത്? ഹുദൻ ലിന്നാസ്, മനുഷ്യർക്ക് സന്മാർഗമായി കൊണ്ട്, തൻ്റെ ജീവിതത്തിൻ്റെ ഭൂതകാലത്ത് സംഭവിച്ചു പോയ ജീവിതങ്ങളെ തിരുത്തി, തെറ്റുകളെ മാറ്റി നന്മയിലായിക്കൊണ്ട്, സന്മാർഗത്തിലായിക്കൊണ്ട് ജീവിതത്തെ മാറ്റിപ്പണിയാൻ, ജീവിതത്തെ സംസ്കരിക്കാൻ, ജീവിതത്തെ ശുദ്ധീകരിക്കാൻ, അതോടൊപ്പം നമ്മളിൽ നിന്നും സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളെ അള്ളാഹുവിൻ്റെ മുന്നിൽ, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ, എന്നിൽ നിന്നും സംഭവിച്ചു പോയ എൻ്റെ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് അഫൂ ചെയ്ത് മാപ്പ് ചെയ്തു തരണേ. വിശുദ്ധ ഖുർആൻ പറയുന്നത്, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതിയാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമളാനിൻ്റെ വിശുദ്ധമായ ദിനരാത്രങ്ങളിലൂടെ നമ്മുടെ മനസ്സിൻ്റെ, ഹൃദയത്തിൻ്റെ അഴുക്കുകളിൽ നിന്നും, ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും സംശുദ്ധീകരിച്ച് ഒരു നല്ല മനുഷ്യനായി, സന്മാർഗത്തിൻ്റെ പ്രതീകങ്ങളായി, വിശുദ്ധ ഖുർആനിൻ്റെ മഹണോദാഹരണങ്ങളായി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ